നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോസി ബെൽഫിൻ. പ്രധാന വാർത്തകൾ. ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് ഗോൾഡൻ ജൂബിലി ഒരുക്കങ്ങൾക്ക് ആരംഭമായി. സംയുക്ത യോഗം നടത്തി കേന്ദ്ര സമിതി എക്സിക്യൂട്ടീവ്സും യൂണിറ്റ് പ്രസിഡന്റുമാരും. കഴിഞ്ഞ ഞായറാഴ്ച കാറ്റിസം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു. സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ആദ്യ യോഗം മെയ് 18 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടന്നു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീ ജോയ് ചെറുവത്തൂർ ജൂബിലി കോർ കമ്മിറ്റി യോഗ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും വിവിധ കമ്മിറ്റി കൺവീനർമാരുടെ തെരഞ്ഞെടുപ്പ് ആഘോഷ കമ്മിറ്റി അംഗങ്ങളുടെ അംഗീകാരത്തോടെ പാസ്സാക്കുകയും ചെയ്തു. ജനറൽ കൺവീനർ ശ്രീ ബിജു അയ്യങ്കേരിൽ, ഡയറക്ടറി ആൻഡ് പബ്ലിസിറ്റി ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ, ഫിനാൻസ് ശ്രീ ജോയ് ചെറുവത്തൂർ, ആത്മീയം ആൻഡ് തിരുപ്പട്ടം ശ്രീ സേവ്യർ കൊള്ളഞ്ഞൂർ, കാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രീ യേശുദാസ് അറയ്ക്കൽ, പ്രോഗ്രാം ശ്രീ ആൻഡോ കർത്തടുത്ത്, സംഗമങ്ങൾ ശ്രീമതി ഫ്ലോറി വിൻസെന്റ്, റിസപ്ഷൻ ആൻഡ് വോളണ്ടിയർ ശ്രീ സംഗീത് ചെറുവത്തൂർ, ലിറ്റർജി വേറോനിക്ക ചെറുവത്തൂർ, ഭക്ഷണം ശ്രീ ജോൺസൺ ചിറ്റിലപ്പള്ളി. കൂടാതെ 50 അംഗ ആഘോഷ കമ്മിറ്റിയിൽ നിന്നും സബ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും കൺവീനർമാരോട് ചേർന്ന് വിവിധങ്ങളായ പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതിനും തീരുമാനമെടുത്തു. നിലവിലെ ആഘോഷ കമ്മിറ്റിയിൽ അംഗങ്ങളല്ലാത്ത യൂണിറ്റ് പ്രസിഡന്റുമാരെയും ഭക്തസംഘടന പ്രസിഡന്റുമാരെയും ജൂബിലി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം കേന്ദ്ര സമിതി എക്സിക്യൂട്ടീവ്സിന്റെയും യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും ഒരു സംയുക്ത യോഗം നടന്നു. വികാരിയച്ഛൻ അധ്യക്ഷനായ യോഗത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ. മെയ് 26 ഞായറാഴ്ച കേന്ദ്ര സമിതി പതാക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. അന്നേ ദിവസം ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഴുവൻ യൂണിറ്റ് ഭാരവാഹികൾക്കും കാഴ്ച സമർപ്പണം നടത്തുന്നതിനും കുർബാനയ്ക്ക് ശേഷം പതാക ഉയർത്തി മിഠായി വിതരണം ചെയ്യുന്നതിനും തീരുമാനമെടുത്തു. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 10-12 ക്ലാസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ നമ്മുടെ ഇടവകയുടെ സ്വന്തം മക്കളെ അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനുമോദിക്കുവാനും ആദരിക്കുവാനും തീരുമാനിച്ചു. മെയ് 19 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാറ്റിസം സ്റ്റാഫ് മീറ്റിംഗ് വികാരി അച്ഛൻ്റെ അധ്യക്ഷതയിൽ നടന്നു. ഈ വർഷത്തെ വിശ്വാസ പരിശീലന പ്രവേശനോത്സവം 2024 ജൂൺ 2 ഞായറാഴ്ച നടത്തുന്നതിനും അന്നേ ദിവസം തന്നെ 2023-2024 അധ്യയന വർഷത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, മുഴുവൻ ഹാജർ എന്നിവ നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകുവാനും തീരുമാനിച്ചു. 2024-2025 അധ്യയന വർഷത്തിലെ അധ്യാപകർക്കുള്ള അർദ്ധദിന സെമിനാർ മെയ് 26 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 4 മണി വരെ വേലൂർ ഫൊറാന പള്ളിയിൽ വെച്ച് നടത്തുന്നു. എല്ലാ അധ്യാപകരും പ്രസ്തുത സെമിനാറിൽ പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ അറിയിച്ചു. വിശ്വാസ പരിശീലന അധ്യാപകരായി പുതിയതായി ചാർജ് എടുക്കുന്ന സിസ്റ്റർ പ്രിൻസ്ലിൻ, സിസ്റ്റർ ജോയ്സി, ബ്രദർ മൈക്കിൾ, മിസ്റ്റർ ജോഷ ചിറക്കൽ, മിസ്സിസ് മിനി മാർട്ടിൻ, മിസ്സിസ് മിനിത അലക്സ്, മിസ് ആൻസി ആൻഡ്രൂസ്, മിസ് പാനി റോസ് ബെന്നി എന്നിവരെ സ്വാഗതം ചെയ്ത് ആശംസകൾ അറിയിച്ചു. ഈ അധ്യയന വർഷത്തിലെ അധ്യാപകരും അവർക്കായി നിശ്ചയിക്കപ്പെട്ട ക്ലാസുകളും മറ്റ് ചുമതലകളും: നഴ്സറി മിസ്സിസ് വിൻസി സ്റ്റാൻലി, സ്റ്റാൻഡേർഡ് 1 മിസ്സിസ് സീന ജോയ്, സ്റ്റാൻഡേർഡ് 2 മിസ് ലൂസി KA, സ്റ്റാൻഡേർഡ് 3 മിസ്സിസ് മിനി മാർട്ടിൻ, സ്റ്റാൻഡേർഡ് 4 മിസ്സിസ് മിനിത അലക്സ്, സ്റ്റാൻഡേർഡ് 5 മിസ്സിസ് ലിസി ആൻഡോ, സ്റ്റാൻഡേർഡ് 6 മിസ് CG VS, സ്റ്റാൻഡേർഡ് 7 മിസ്സിസ് സീന ആൻഡ്രൂസ്, സ്റ്റാൻഡേർഡ് 8 മിസ്സിസ് വിൻസി ജോയ്, സ്റ്റാൻഡേർഡ് 9 മിസ്റ്റർ വിൽസൺ തോമസ്, സ്റ്റാൻഡേർഡ് 10 സിസ്റ്റർ ജോയ്സി CSC, +1 മിസ്റ്റർ ജോഷ ചിറക്കൽ, +2 സിസ്റ്റർ പ്രിൻസ്ലിൻ CSC, ACC ബ്രദർ മൈക്കിൾ SJB, HM മിസ് വെറോനിക്ക CO, ഡെപ്യൂട്ടി HM സിസ്റ്റർ പ്രിൻസ്ലിൻ CSC, സെക്രട്ടറി മിസ്സിസ് ഹേമ റോബിൻസൺ, ലൈബ്രറി ഇൻചാർജ് മിസ്സിസ് സീമ ജോൺസൺ ആൻഡ് മിസ് ആൻസിയ CJ, ട്രഷറർ മിസ്റ്റർ അഗസ്റ്റിൻ ജോൺസൺ, IT മിസ്റ്റർ സെബിൻ സണ്ണി, ലോഗോസ് ആൻഡ് എക്സാംസ് മിസ് ഹന്ന യേശുദാസ് ആൻഡ് മിസ് പാനി റോസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസ് മിസ്റ്റർ റൺസൺ CF ആൻഡ് മിസ് ആൻസി ആൻഡ്രൂസ്, എക്സ്ട്രാ ടീച്ചർ മിസ്റ്റർ യേശുദാസ് AP. മുണ്ടത്തിക്കോട് ഇടവകയ്ക്കും ഹെവൻലി ബ്ലിസ് ചാനലിനും ഇതാ ഒരു അഭിമാന മുഹൂർത്തം. ചാനലിന്റെ പ്രസിഡന്റും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ശ്രീ ജിനീഷ് K. ജോസ് ചൈനയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ട്രെയിനിംഗ് കോഴ്സിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാർഷിക യന്ത്രങ്ങളുടെ സമഗ്രവും പ്രായോഗികവുമായ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന 2024 മെയ് 23 മുതൽ ജൂൺ 6 വരെയുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമിലാണ് ശ്രീ ജിനേഷ് പങ്കെടുക്കുന്നത്. അറിയിപ്പുകൾ. മെയ് 26 ഞായറാഴ്ച ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും.
അന്ന് തന്നെ രണ്ടാമത്തെ വിശുദ്ധ കുർബാനയിൽ പുതിയ ഓൾട്ടർ ബോയ്സിന് സ്വീകരണം നൽകുന്നതാണ്. അടുത്ത ആഴ്ചയിൽ വീട് വെഞ്ചിരിപ്പ് നടക്കുന്ന യൂണിറ്റുകൾ: മെയ് 28 ചൊവ്വ സെൻറ് മേരീസ് യൂണിറ്റ്, മെയ് 30 വ്യാഴം തിരുക്കുടുംബ യൂണിറ്റ്. മെയ് 31 മാസാവസാന വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും. ധ്യാനം നയിക്കുന്നത് ബ്രദർ വിൽസൺ വേലുപ്പാടം. വൈകിട്ട് 5:30 ജപമാല, 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് ധ്യാനം, ആരാധന. ആരാധനയ്ക്ക് ശേഷം കുഞ്ഞുമക്കളുടെ വിദ്യാരംഭം, പ്രത്യേക പ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടായിരിക്കും. അതേ തുടർന്ന് നേർച്ചക്കഞ്ഞി. ആലപ്പാട്ട് റാഫേൽ അതുൽ സ്പോൺസർ ചെയ്യുന്ന നേർച്ചക്കഞ്ഞിക്ക് വിതരണം നൽകേണ്ടത് സെൻറ് സേവിയർ യൂണിറ്റാണ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.